ജോസഫിനെ കൈവിട്ട് കോൺഗ്രസ്. മാരത്തോൺ ചർച്ചകൾക്ക് ശേഷവും അയയാതെ കേരള കോൺഗ്രസ് പ്രതിസന്ധി. പി ജെ ജോസഫിനെ കോൺഗ്രസ് കൈവിട്ടു. ലോക്സഭാ സീറ്റ് വേണമെന്ന ജോസഫിന്റെ ആവശ്യത്തോട് UDF-ൽ ചർച്ച ചെയ്യാമെന്ന മറുപടി മാത്രമാണ് നേതാക്കൾ നൽകിയത്. നേതൃത്വം ഇടപെടാമെന്ന് ഉറപ്പു നൽകിയതായി ഉച്ചവരെ നടന്ന ചർച്ചകൾക്ക് ശേഷം ജോസഫ് വിഭാഗം നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വിഷയങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തു. അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു. അവർ ആലോചിച്ചിട്ട് അതേ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാട് പറയാം എന്ന് പറഞ്ഞിരിക്കുക. ഐക്യജനാധിപത്യത്തിനോട് എല്ലാ സീറ്റും ജയിക്കുന്നതിനെ പറ്റി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞിരിക്കുക. പരിഹാര മാർഗം അവർ നിർദ്ദേശിക്കണമെന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിൽ ഉന്നയിച്ച വിഷയങ്ങളും UDF-ൽ ഉന്നയിച്ച വിഷയങ്ങളും തൃപ്തികരമായി പരിഹരിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം ഇടപെടണം, UDF നേതൃത്വം ഇടപെടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരോടും കൂടിയാലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. PJ ജോസഫ് സാർ പറഞ്ഞതുപോലെ അവർ കൂടിയാലോചിച്ച് അറിയിക്കുന്നതിന് അടിസ്ഥാനത്തിൽ UDF-മായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റുന്ന പ്രശ്നമില്ലെന്ന് മാണി വിഭാഗം UDF-നെ അറിയിച്ചു. കോട്ടയത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നും പകരം സീറ്റ് കേരള കോൺഗ്രസിന് ലഭിക്കണമെന്നുമുള്ള ജോസഫിന്റെ ഫോർമുലയ്ക്കും അനുകൂല മറുപടി ഉണ്ടായില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കക്ഷികളെയും വിശ്വാസത്തിലെടുത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. കേരള കോൺഗ്രസിലുണ്ടായ ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ആ സാഹചര്യത്തിൽ അവരോടെല്ലാം ചർച്ച നടത്തി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് UDF നേതൃത്വത്തിന്റെ ദൗത്യം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കിരൺ ബാബു ചേരുന്നു. കിരൺ, ജോസഫിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ല എന്നും നേതാക്കൾ പറയുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? ഇനി എങ്ങനെ മുന്നോട്ട് പോകും കോൺഗ്രസ്? ഇന്ന് പ്രധാനമായും ഇന്ന് രാവിലെ എന്തായിരുന്നു ഈ പാർട്ടികൾ തമ്മിലുള്ള അവസ്ഥ? അതിൽ നിന്ന് രാവിലെ മുതൽ മാരത്തൺ ചർച്ചകളാണ് നടന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 2.5 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമായി PJ ജോസഫും TU കുരുവിളയും മോൻസ് ജോസഫും ചേർന്ന് നടത്തിയത്. പക്ഷേ ഈ ചർച്ചയിൽ എവിടെയും 3-4 സാധ്യതകൾ അവർ പരിശോധിച്ചു. ഈ സാധ്യതകളൊക്കെ പരിശോധിച്ചിട്ടും കേരള കോൺഗ്രസിലെ KM മാണി വിഭാഗത്തെയും PJ ജോസഫ് വിഭാഗത്തെയും യോജിപ്പിക്കാൻ കഴിയുന്ന ഒരു അനുനയ നീക്കത്തിലേക്ക് എത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. രാവിലെ ജോസഫ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. കോട്ടയം സീറ്റിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥി അവകാശവാദം പിൻവലിക്കാമെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും കോട്ടയം സീറ്റും ഇടുക്കി സീറ്റും തമ്മിൽ വെച്ചുമാറേണ്ടി വരും. അപ്പോൾ ഇടുക്കിയിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. അവിടെ ജോസഫിന് താല്പര്യമുള്ള ഒരാളെ അടക്കം സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാം. ജോസഫ് മാറി നിന്നുകൊണ്ട് എന്നടക്കമുള്ള ചർച്ചകൾ വന്നിരുന്നു. എന്നാൽ കോട്ടയം സീറ്റിന്റെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ തയ്യാറല്ല എന്ന ഒരു ഉറച്ച നിലപാടിലായിരുന്നു KM മാണി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ചർച്ച മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ജോസഫിനെ മാന്യമായി പാർട്ടിയിൽ തുടരാൻ വേണ്ടി അല്ലെങ്കിൽ ജോസഫ് അപമാനിതനാവാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഫോർമുല വേണം എന്ന് ഏതെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും അതിനൊന്നും KM മാണി തയ്യാറായില്ല. അവസാനം കോൺഗ്രസിന് മുന്നിൽ മറ്റു വഴികളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ പിളർന്നു പോകരുത്, ഞങ്ങൾ വീണ്ടും ചർച്ച നടത്താം, മറ്റു കക്ഷികളുമായി കൂടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു. പ്രശ്നം എവിടെയാണ് തുടങ്ങിയത് അതുപോലെ തന്നെ തുടരുകയാണ് പ്രശ്നം. ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ലീഗും ഇതിനിടയിൽ ഒരു വശത്തുകൂടി പരിഹാരത്തിൽ ശ്രമിക്കുന്നുണ്ട്. ഇനി ഒരിക്കൽ കൂടി KM മാണിയുടെ പേരിൽ ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാരത്തിന് സാധ്യമാണോ എന്ന്. തൽക്കാലം ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് ഉറപ്പിച്ച് പറയാൻ. ശരി, കിരൺ ബാബുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയം സീറ്റിൽ പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ലെന്ന് ജോസ് കെ മാണി. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ സ്വാഭാവികമാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ജോസഫിനെതിരെ വലിയ പ്രതികരണം വന്നു. സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ജനാധിപത്യപരമായാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. മാണിയുമായി ഇനി ഒന്നിച്ചു പോകാനില്ലെന്ന ജോസഫിന്റെ നിലപാടിൽ പിന്നീട് പ്രതികരിക്കാമെന്നും ജോസ് കെ മാണി പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അവിടെ എടുത്ത അഭിപ്രായങ്ങളും അതിനുശേഷം മുഴുവൻ ഘടകങ്ങളും എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ അതോടൊപ്പം തന്നെ അന്ന് അവിടെ ആവശ്യപ്പെട്ടതനുസരിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഘടകങ്ങൾ അവിടെയുള്ള നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് വളരെ ജനാധിപത്യപരമായി എടുത്ത തീരുമാനമാണ്. ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മിക്കവാറും ഉള്ളവരെല്ലാം സൈൻ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പലരും ചില കള്ളപ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നടത്തിക്കോട്ടെ, മുഴുവൻ ഡോക്യുമെൻ്റഡ് ആണ്.
അപ്പോൾ അതിനകത്ത് അത് വെച്ചിട്ട് സ്ഥാനാർത്ഥി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതിനകത്ത് വേറെ ഇങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥി ചാഴികാടനായിട്ടാണ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാം ഫീൽഡിലാണ്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ PJ ജോസഫ് തലസ്ഥാനത്ത് നീക്കം തുടരുമ്പോൾ കോട്ടയം മണ്ഡലത്തിൽ തോമസ് ചാഴികാടൻ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന UDF നേതാക്കൾക്ക് പോലും ആവശ്യപ്പെടാൻ കഴിയാത്ത വിധം പ്രചരണം സജീവമാക്കാൻ KM മാണി തന്നെ നിർദ്ദേശം നൽകി. ചൊവ്വാഴ്ച KM മാണിയെ വീട്ടിലെത്തി കണ്ട ശേഷം തോമസ് ചാഴികാടൻ നേരെ ഇറങ്ങിയത് പ്രചരണ ചൂടിലേക്ക്. ധൈര്യമായി മുന്നോട്ടു പോകാനും എന്ത് ഒത്തുതീർപ്പ് വന്നാലും പിന്മാറ്റം വേണ്ടിവരില്ലെന്നും ജോസ് കെ മാണിയുടെ തന്നെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ചാഴികാടന്. ഇപ്പോൾ സ്ഥാനാർത്ഥി ചാഴികാടനായിട്ടാണ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാം ഫീൽഡിലാണ്. ചുവരെഴുത്തുകളും തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ചാഴികാടനോടുള്ള എതിർപ്പ് തണുപ്പിക്കാൻ ജോസ് കെ മാണിയുടെ തന്നെ നേതൃത്വത്തിൽ അനുനയ ശ്രമങ്ങളും നടക്കുന്നു. ചാഴികാടനെ അംഗീകരിക്കാനാവില്ലെന്ന് കോട്ടയം DCCയിലെ ഒരു വിഭാഗം നിലപാടെടുത്തിരുന്നു. PJ ജോസഫ് കോട്ടയത്ത് മടങ്ങിയെത്തിയാൽ അദ്ദേഹത്തെ നേരിട്ട് കാണാനും ചാഴികാടൻ തീരുമാനിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വന്ന സ്ഥിതിക്ക് ഇനിയൊരു മാറ്റം ഉണ്ടാവില്ലെന്ന സന്ദേശം താഴെത്തട്ടിലെ പ്രവർത്തകരിലും എത്തിച്ചിട്ടുണ്ട്. PJ ജോസഫിന്റെ നീക്കങ്ങളെ അതിജീവിച്ച് സ്ഥാനാർത്ഥിത്വത്തിൽ തുടർന്നാലും തോമസ് ചാഴികാടന് മുന്നിലുള്ള വെല്ലുവിളികൾ ഏറെയാണ്. ജോസഫിൽ നിന്നും മാത്രമല്ല, ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നുള്ള നീക്കങ്ങളെ കൂടി ചാഴികാടന് അതിജീവിക്കേണ്ടി വരും. എങ്കിൽ മാത്രമായിരിക്കും വിജയം സാധ്യമാകുക. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. കണ്ണൂരിൽ താൻ തന്നെയെന്ന K. സുധാകരൻ. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനത്തിന് മുമ്പ് നാടകീയമായിട്ടാണ് K. സുധാകരൻ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായുള്ള ഡൽഹി സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയ സുധാകരന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയ വൻ സ്വീകരണത്തിനിടെയായിരുന്നു പ്രഖ്യാപനം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ ശൈലി സൂക്ഷിക്കുന്നയാളാണ് K. സുധാകരൻ. നാടകീയമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും ആ ശൈലി പ്രകടമായി. കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്ന വാർത്ത ഡൽഹിയിൽ തിരുത്തിയ K. സുധാകരൻ തിരികെ എത്തിയപ്പോൾ ഒരു പടി കൂടി കടന്ന് സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വെള്ളിയാഴ്ച ഡൽഹിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി വീണ്ടും ചേരാനിരിക്കെയാണ് സുധാകരന്റെ പ്രഖ്യാപനം. സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും തത്വത്തിൽ അംഗീകരിച്ച കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കണ്ണൂരിൽ വന്നിറങ്ങുമ്പോൾ UDFന്റെ പ്രവർത്തകന്മാർ തന്ന ഈ ആവേശകരമായ സ്വീകരണത്തിന് ഞാൻ ഹൃദയം തട്ടി നന്ദി പറയും. അക്രമരാഷ്ട്രീയവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വാഗ്ദാന ലംഘനവും പ്രചാരണ രംഗത്തെ പ്രധാന വിഷയമാകുമെന്ന് K. സുധാകരൻ പറഞ്ഞു. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം UDFന് ആവേശം പകരുമെന്ന് ഘടകകക്ഷി നേതാക്കളും പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ മറ്റു സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി മുന്നോട്ടു പോവുകയാണ്. ഡൽഹി ചർച്ചയിൽ തർക്കമുണ്ടായ ആലപ്പുഴയിൽ അടൂർ പ്രകാശ് മത്സരിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ആദ്യഘട്ടത്തിൽ ആലപ്പുഴയിൽ പരിഗണിച്ചിരുന്ന ഷാനിമോൾ ഉസ്മാൻ ആറ്റിങ്ങലിലോ വയനാടിലോ മത്സരിക്കും. മനു ഭരത്, News 18, കണ്ണൂർ. വടകരയിൽ RMP നേതാവ് KK രമയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന മുസ്ലിം ലീഗ്. ലീഗ് MLA KM ഷാജിയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മത്സരം ഇരയും വേട്ടക്കാരനും തമ്മിലാകണമെന്നും പോസ്റ്റിൽ പറയുന്നു. രാജ്യത്ത് ഒരാശയം മാത്രം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് അവർക്ക് പ്രത്യേക കാഴ്ചപ്പാടാണുള്ളത്. രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ആശയവും ഭിന്നിപ്പിക്കുന്ന ആശയവും തമ്മിലുള്ള പോരാട്ടമെന്നും ചെന്നൈ സ്റ്റെല്ല മേരീസ് കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവേ അദ്ദേഹം പറഞ്ഞു. How many times have you seen the Prime Minister of India standing in the middle of 3,000 women like this? How many times have you seen the Prime Minister of India standing here like this, being open to any question from anybody? How many of you have had the opportunity to ask him, Mr. Prime Minister, what do you think about education? What do you think about this? What do you think about that? Why doesn't the Prime Minister have the guts to come and stand in front of 3,000 women and be questioned by them? ശബരിമലയുടെ ചിത്രമോ പോലീസ് നടപടിയുടെ ചിത്രമോ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മതത്തിന്റെ പേരിൽ വോട്ട് തേടരുതെന്ന നിലപാട് സർവകക്ഷി യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവർത്തിച്ചു. They will use it at Sabarimala. എന്റെ പേര് മാത്രം ഉപയോഗിച്ചാൽ ഇല്ല. ഞാൻ പറഞ്ഞത് ഇത് റിലീജിയസ് ആയിട്ടുള്ള ഒരു കനോട്ടേഷൻ വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് എ റിലീജിയസ് തിങ് ടു ഗെറ്റ് ദ വോട്ട്സ്. ബാക്കി അവരുടെ പരസ്പര പൊളിറ്റിക്കൽ ആയിട്ടുള്ള
കാര്യങ്ങളാണ്. ലെറ്റ് ദം ഡിസ്കസ് ഇറ്റ്. ഹേട്രേഡ് ഉണ്ടാക്കാൻ പാടില്ല ഇൻ ദ നെയിം ഓഫ് റിലിജൻ. ശബരിമല ശാസ്താവിന്റെ പേരിൽ വോട്ട് തേടില്ലെന്നും എന്നാൽ ശബരിമലയിലുണ്ടായ നീതികേട് തുറന്നു കാട്ടുമെന്നും യോഗശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയെ മറ്റുള്ളവരിൽ വെറുപ്പുണ്ടാക്കത്തക്ക തരത്തിലോ മതവിദ്വേഷം ഉണ്ടാകത്തക്ക തരത്തിലോ ശബരിമല പ്രശ്നത്തെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിലുണ്ടായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, ആ ഇഷ്യൂ, അതിലെ പോലീസ്, സർക്കാരിൻ്റെ നിലപാട്, അധീഷ്ഠികളുടെ നിലപാട് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ പൊതുവായ നിയമത്തിൽ അന്യോന്യം സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കരുതെന്നുള്ളതാണ്. ആ ക്ലാരിഫിക്കേഷൻ കിട്ടി. യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും രാഷ്ട്രീയ പ്രതിനിധികളും തമ്മിൽ തർക്കമുണ്ടായി. ശബരിമലയിലെ സർക്കാർ വീഴ്ച പ്രചരണമാക്കുമെന്ന് യോഗത്തിൽ കോൺഗ്രസ് പറഞ്ഞു. ഇതിനെ CPM എതിർത്തു. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, എങ്ങനെയായിരുന്നു സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ? എന്തൊക്കെയായിരുന്നു? എങ്ങനെയാണ് തർക്കമുണ്ടായത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിന് ശേഷവും ആശയക്കുഴപ്പത്തിൽ അയവ് വന്നിട്ടില്ല. BJP വിശദീകരിക്കുന്ന നിലപാടല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദീകരിച്ചത്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ അത് വ്യത്യസ്തമാണ്. അത് ഉപയോഗിക്കുന്നതിന് മറ്റ് നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ശബരിമലയുടെ പേരോ ചിത്രങ്ങളോ ശബരിമലയിലെ പോലീസ് നടപടിയുടെ ചിത്രങ്ങളോ ഒന്നും തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കരുത്. അത് ചട്ടലംഘനമാണ് എന്നതാണ് തെരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണർ ടിക്കാറാം മീണയുടെ വിശദീകരണം. അതേസമയം ഇത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും എന്ന് BJPയും വ്യക്തമാക്കുന്നുണ്ട്. ഈ ശബരിമലയുടെ ചിഹ്നങ്ങൾ, അതായത് ശബരിമലയുടെ ചിത്രങ്ങളും മറ്റും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്ന് കമ്മീഷൻ മുൻ നിലപാടിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു വലിയ പ്രചരണ രംഗത്ത് വലിയ തർക്കത്തിന് തന്നെ ഇടവെക്കാൻ ആണ് സാധ്യത. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ നീക്കം തള്ളി വെള്ളാപ്പള്ളി നടേശൻ. മത്സരിക്കാനിറങ്ങിയാൽ SNDP യോഗം ഭാരവാഹിത്വം രാജിവെക്കണം. ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫ് ജയിച്ചില്ലെങ്കിൽ തലമൊട്ടയടിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിനെതിരെയാണ് വെള്ളാപ്പള്ളി രൂക്ഷ വിമർശനം ഉയർത്തിയത്. യോഗം ഭാരവാഹികൾ മത്സരിക്കരുത് എന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കഴിയുന്നതും ആ ഭാരവാഹിത്വം രാജിവെച്ചിട്ട് നിൽക്കുന്നതാണ് അഭികാമ്യമെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നേരത്തെ പറഞ്ഞു, ഇപ്പോഴും പറയും, നാളെയും പറയും. തുഷാറിനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ല, അബദ്ധത്തിൽ പെടാനില്ല. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, അടൂർ പ്രകാശ് എന്നിവർക്കെതിരെയും വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. അടൂർ പ്രകാശ് ചെയ്യുന്നത് ആത്മഹത്യയാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ 6 നിലയിൽ പൊട്ടും. ആരിഫ് ജയിച്ചില്ല എങ്കിൽ തല മൊട്ടയടിക്കുമെന്നും വെള്ളാപ്പള്ളി. ഈ അയ്യാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ല, വേണുഗോപാൽ അവിടെ നിന്ന് 6 നില പൊട്ടിത്തെറിച്ചു പോകും. കാരണം കോൺഗ്രസിന് ഇനി അങ്ങോട്ട് വരണ്ട, ആലപ്പുഴ പാസ്സാകാനായിട്ട് ആരും. 6 ഹെലികോപ്റ്റർ കൊണ്ടുവന്നാലും ഇത്തവണ പ്രചാരണത്തിനില്ല. കഴിഞ്ഞ തവണ NDAയുടെ പ്രചരണത്തിനായി ഹെലികോപ്റ്ററിൽ കയറി അണുബാധ ഉണ്ടായെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം. റഫാൽ കേസിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. റഫാൽ അഴിമതി ആരോപണ കേസിലെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നാളെ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നത്. സർക്കാർ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നത്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിരിക്കുന്ന രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന അറ്റോർണി ജനറലിന്റെ വാദം വിവാദമായിരുന്നു. മോഷ്ടിക്കപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. റഫാലുമായി ബന്ധപ്പെട്ട രേഖകൾ മറച്ചുവെച്ച് കേന്ദ്ര സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഹർജിക്കാർ നിലപാട് ആവർത്തിച്ചു. ഗുരുതര അഴിമതി ആരോപണ വിഷയമായതിനാൽ മോഷ്ടിക്കപ്പെട്ട രേഖകളാണ് എങ്കിലും പരിശോധിക്കുന്നതിൽ തെറ്റില്ലെന്ന് കോടതിയും നിരീക്ഷിച്ചിരുന്നു. ഇതിനിടെയാണ് പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി തേടിയത്. ന്യൂസ് 18 ഡൽഹി. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിനെതിരെ ചൈന. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രമേയത്തെ എതിർത്ത് ചൈന നിലപാട് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രമേയത്തെ ചൈന എതിർത്തത്? എന്താണ് അവർ പറയുന്നത്?
അശ്വതി, ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയം ആണ് ഐക്യരാഷ്ട്രസഭ പരിഗണിക്കുന്നത്. അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ തെളിവുകളും മറ്റ് നിലപാടുകളും ഇന്ന് അറിയിക്കണം എന്നുള്ളതായിരുന്നു ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങൾക്ക് നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശം. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയത്തിൽ ഇന്ത്യ നിലപാട് അറിയിച്ചതുമാണ്. മസൂദ് അസറാണ് പുൽവാമ ഭീകരാക്രമണത്തിന് അടക്കം നേതൃത്വം വഹിച്ചത് എന്നും മുഖ്യ സൂത്രധാരനെന്നും വ്യക്തമാക്കുന്ന ശബ്ദ സംരക്ഷണം അടങ്ങിയ തെളിവുകളടക്കം ഇന്ത്യ ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറുകയും ചെയ്തതാണ്. 13 അംഗരാജ്യങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇന്ത്യ കൈമാറുകയും ചെയ്തിരുന്നു. ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസർ തീവ്രവാദികൾക്ക് നിർദ്ദേശം നൽകുന്നതിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഇന്ത്യ നൽകിയത്. അതിൽ വളരെ കൃത്യമായി പറയുന്നത് കശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്നും അങ്ങനെ സ്വതന്ത്രമാക്കുകയാണ് എങ്കിൽ ഇന്ത്യയെ തകർക്കുന്നതിനുള്ള എല്ലാ പിന്തുണയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് നൽകിയത്. എന്നാൽ ചൈന ഇപ്പോഴും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറിന് എതിരായ തെളിവുകൾ കൃത്യമായി നൽകാൻ മറ്റു രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ചൈന നിലപാടെടുക്കുന്നത്. എല്ലാവർക്കും സ്വീകാര്യമായ നിലപാടായിരിക്കണം ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് എന്നും ചൈന ആവർത്തിക്കുന്നു. പാകിസ്ഥാനുമായി നല്ല സഹകരണം തുടരുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും ഇത്തരത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയ്ക്കെതിരായ പ്രമേയങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ വന്നപ്പോൾ 2006-ലും 2017-ലും അടക്കം ചൈന സമാനമായ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. ഇത്തവണ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും ചൈനയുടെ നിലപാട് എന്തായിരിക്കും എന്നത് തന്നെയായിരുന്നു ശ്രദ്ധേയമായ ഒന്ന്. നേരത്തെ സ്ഥിരാംഗങ്ങളായ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായ ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം കൊണ്ടുവരികയും ചെയ്തിരുന്നു. അശ്വതി. ശരി. KP അഭിലാഷ്, ഡൽഹിയിൽ നിന്ന്. മുൻമന്ത്രി കെ ബാബുവിനെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിടുതൽ ചെയ്യണമെന്ന ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി. ടിഎയും ഡിഎയും ഉൾപ്പെടെയുള്ള വരുമാനം വിജിലൻസ് കണക്കാക്കിയിട്ടില്ലെന്ന് ബാബുവിന്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഇക്കാര്യം തെളിവുകൾ പരിശോധിച്ച ശേഷം മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്ന് കോടതി വ്യക്തമാക്കി. വിജിലൻസ് കോടതി നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ബാബുവിന്റെ നീക്കം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുൻ ഇൻകം ടാക്സ് കമ്മീഷണർ ആർ മോഹനനെ നിയമിക്കാൻ തീരുമാനം. MV ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ സാഹചര്യത്തിലാണ് പുതിയ നിയമനം. IRSൽ നിന്ന് VRS എടുത്ത ആർ മോഹനൻ മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയുടെ സഹോദരനാണ്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കഴിഞ്ഞ ദിവസം നളിനി നെറ്റോ രാജിവെച്ചിരുന്നു. ഈ വർഷത്തെ SSLC പരീക്ഷകൾക്ക് തുടക്കമായി. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. ഈ മാസം 28 വരെയാണ് പരീക്ഷ നിശ്ചയിച്ചിട്ടുള്ളത്. വേനൽ ചൂട് കണക്കിലെടുത്ത് കുടിവെള്ളം അടക്കമുള്ള സൌകര്യങ്ങൾ പരീക്ഷാ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. പിറവംപള്ളിയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമങ്ങളിൽ നേരിട്ടിടപെടില്ലെന്ന് ഹൈക്കോടതി. വരിക്കോലി, കട്ടച്ചിറ പള്ളികളിൽ പൂർണ്ണസമയ പോലീസ് സുരക്ഷ നൽകേണ്ട സാഹചര്യമില്ലെന്നും ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി വിധിച്ചു. തർക്കമുള്ള പള്ളികളിലും ഇരുവിഭാഗത്തിനും സംസ്കാര ചടങ്ങുകൾ നടത്താമെന്നും കോടതി പറഞ്ഞു. പള്ളികളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി രമ്യമായി നടപ്പിലാക്കുന്നതിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് യാക്കോബായ വിശ്വാസിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ മുൻകൈയെടുത്ത ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുന്ന കാര്യവും ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. വരിക്കോലി, കട്ടച്ചിറ പള്ളികളിൽ പൂർണ്ണസമയ പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഹർജികൾ തീർപ്പാക്കി ഹൈക്കോടതി ഉത്തരവിട്ടു. 1934 സഭാ ഭരണഘടന അനുസരിച്ച് നിയമിതരായ വൈദികർക്ക് ആരാധനാ കർമ്മം നടത്താം. ഇത്തരം സാഹചര്യത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായാൽ പോലീസിന് ഇടപെടാമെന്നും ഉത്തരവിൽ പറയുന്നു. തർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ സംസ്കാര ചടങ്ങ് നടത്താൻ ഇരുവിഭാഗത്തിനും അവകാശമുണ്ട്. എന്നാൽ ഭരണഘടനാനുസൃതം നിയമിക്കപ്പെട്ട വൈദികർക്ക് മാത്രമേ പള്ളിക്കുള്ളിൽ മരണാനന്തര ശുശ്രൂഷകൾ നടത്താൻ അനുമതിയുള്ളൂവെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. സ്വന്തം വിശ്വാസമനുസരിച്ച് പള്ളിക്ക് പുറത്ത് ശുശ്രൂഷ ചടങ്ങുകൾ നടത്തിയ ശേഷം പള്ളിക്കുള്ളിൽ സംസ്കാരം നടത്താൻ തടസ്സമില്ല. ന്യൂസ് 18 കൊച്ചി. കോട്ടയത്തെ കെവിൻ വധക്കേസിൽ കുറ്റപത്രം കോടതി അംഗീകരിച്ചു. കെവിന്റെ ഭാര്യ നീനുവിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള 14 പേരാണ് പ്രതികൾ. നരഹത്യാ വകുപ്പ് തള്ളണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളി. കൊലക്കുറ്റം ഉൾപ്പെടെ 10 വകുപ്പുകൾ ചുമത്തിയ കേസിൽ ആകെ 14 പ്രതികളാണുള്ളത്. കുറ്റപത്രം വായിപ്പിച്ച് കേൾപ്പിച്ച ശേഷം നടത്തിയ പ്രാഥമിക വിചാരണയ്ക്കൊടുവിലാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി 4 കെവിൻ കേസിലെ കുറ്റപത്രം അംഗീകരിച്ചത്.
കൊലപാതകം, ഗൂഢാലോചന, നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, ഭവനഭേദനമടക്കം 10 വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിചാരണയ്ക്ക് മുൻപ് തന്നെ നരഹത്യ ഒഴിവാക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളി. 10 വകുപ്പുകൾ അനുസരിച്ചുള്ള കുറ്റപത്രം ഇന്ന് കോടതി നൽകി പ്രതികൾക്ക്. എല്ലാ പ്രതികളോടും കുറ്റപത്രം കോടതി വായിച്ചു കേൾപ്പിച്ചു. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു, ഒരു കുറ്റം നിശ്ചയിച്ചു. ഇനിയിപ്പോൾ ദുരഭിമാന കൊല നിൽക്കും. കുറ്റപത്ര പ്രകാരം മർഡറുണ്ട് ഇതിനകത്ത്. കേസ് ദുരഭിമാന കൊലയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കെവിന്റെ ഭാര്യയായ നീനുവിന്റെ അച്ഛൻ ചാക്കോയും സഹോദരൻ ഷാനുവും അടക്കം 14 പ്രതികളാണ് കേസിലുള്ളത്. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരത്ത് തട്ടിക്കൊണ്ടുപോയ യുവാവ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കുഞ്ചിറവിള സ്വദേശി അനന്തു കൃഷ്ണനെയാണ് ഇരു കൈകളിലെയും ഞരമ്പ് അറുത്തും ക്രൂരമായി മർദ്ദിച്ചും കൊലപ്പെടുത്തിയത്. കരമനയിൽ ബൈക്ക് ഷോറൂമിന് പിറകിലെ കുറ്റിക്കാട്ടിനുള്ളിലായിരുന്നു മൃതദേഹം. കുഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഇരുവിഭാഗം യുവാക്കൾ തമ്മിൽ അടിപിടി നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് തട്ടിക്കൊണ്ടുപോയത്. സംഭവവുമായി ബന്ധപ്പെട്ട 4 പേരെ കരമന പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറമൺകര സ്വദേശികളാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ രോഗം മലപ്പുറത്ത് സ്ഥിരീകരിച്ചു. രോഗബാധിതനായ 6 വയസ്സുകാരനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൃത്യമായ മരുന്ന് ലഭ്യമല്ലാത്തതാണ് വെല്ലുവിളി. വേങ്ങര സ്വദേശിയായ 6 വയസ്സുകാരനിലാണ് വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ചത്. പനിയും തലവേദനയും ശരീരവേദനയുമായാണ് ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പിന്നീട് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ശരിയായ സമയത്ത് ചികിത്സ ആരംഭിച്ചാൽ തന്നെ 3 മാസമെങ്കിലും ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിവരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ഇത് നമ്മളെ നാഡീവ്യൂഹത്തിനാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. ഒരു കേസാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ജപ്പാൻ ചുരത്തിനാണെങ്കിൽ നമുക്ക് വാക്സിൻ ലഭ്യമാണ്, പക്ഷേ ഈ അസുഖത്തിന് വാക്സിൻ ലഭ്യമല്ല. ക്യൂലെക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരില്ല. പക്ഷികളിലും അതുപോലെ തന്നെ രോഗബാധയുള്ള പക്ഷികളിലും മൃഗങ്ങളിലെയും കൊതുക് കടിച്ചിട്ട്, ക്യൂലെക്സ് കൊതുകുകൾ കടിച്ചിട്ട് ആ കൊതുകുകൾ നമ്മളെ കടിക്കുമ്പോഴാണ് ഇത് വരിക. കുട്ടിയുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനം ആരംഭിച്ചു. രോഗം മറ്റൊരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായിരിക്കാൻ ജില്ലയിലെ എല്ലാ ആശുപത്രികൾക്കും DMO നിർദ്ദേശം നൽകി. 1938 ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ആദ്യമായി വെസ്റ്റ് നൈൽ വൈറസ് കണ്ടെത്തിയത്. 2011 കേരളത്തിൽ ആദ്യമായി രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. മഹാകവി അക്കിത്തത്തിന്റെ ഭാര്യ ശ്രീദേവി അന്തർജനം അന്തരിച്ചു. 85 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് കുമാരനെല്ലൂർ അമേറ്റിക്കരയിലെ വീട്ടുവളപ്പിൽ. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പോസ്റ്ററുകൾ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തുടങ്ങി. അഭിനന്ദനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഫോട്ടോ വെച്ച് BJP ഡൽഹി MLA പ്രചരിപ്പിച്ച പോസ്റ്ററുകൾ നീക്കം ചെയ്യാൻ കമ്മീഷൻ ഫേസ്ബുക്കിന് നിർദ്ദേശം നൽകി. പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാണിക്കാനായി കമ്മീഷൻ തയ്യാറാക്കിയ C-Vigil ആപ്പിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. All political advertisement on social media will also require pre-certification. തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ ഉപയോഗം കർശനമായി നിരീക്ഷിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. സൈന്യത്തെയും അവരുടെ ചിത്രങ്ങളും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നായിരുന്നു മറ്റൊരു നിർദ്ദേശം. ഇതിനു പിന്നാലെയാണ് ഡൽഹിയിലെ BJP MLA ഓംപ്രകാശ് ശർമ്മ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്ററുകൾക്ക് കമ്മീഷൻ കത്തിവെച്ചത്. മാർച്ച് 1 അഭിനന്ദനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നിൽക്കുന്ന 2 പോസ്റ്ററുകൾ ഓംപ്രകാശ് ശർമ്മ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അഭിനന്ദനെ പാക് കസ്റ്റഡിയിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാനായത് മോദിയുടെ നയതന്ത്ര വിജയമെന്നായിരുന്നു ഒരു പോസ്റ്റിൽ കുറിച്ചിരുന്നത്. രണ്ടാമത്തെ പോസ്റ്ററിൽ പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞുവെന്നും അഭിനന്ദൻ വീരനായകനായി മടങ്ങിയെത്തിയെന്നും കുറിച്ചു. പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാണിക്കാനുള്ള വിജിൽ ആപ്പിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോസ്റ്ററുകൾ നീക്കം ചെയ്യാൻ കമ്മീഷൻ ഫേസ്ബുക്കിന് നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ഫേസ്ബുക്ക് വ്യക്തമാക്കി. സൈന്യത്തെ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന നിർദ്ദേശത്തിന് ശേഷം ആദ്യമായാണ് കമ്മീഷൻ നടപടിയെടുക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.